നാം സാധാരണ കേട്ട് പരിചയമുള്ള ആയത്താണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്തി വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുന്നത് യൗമൽ ഖിയാമ, അത് ഖിയാമത്തു നാളിൽ മാത്രമാണ്. മനുഷ്യൻ ചെയ്ത അമലുകൾക്ക് കൂലി കിട്ടുന്നതും മനുഷ്യൻ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ കിട്ടുന്നതും അത് പൂർണ്ണമായ തലത്തിൽ കിട്ടുന്നത് അത് ഖിയാമത്തു നാളിലാണ്. ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ മനുഷ്യൻ ചെയ്ത തെറ്റുകളെ ശിക്ഷിക്കുന്നത് വർഷങ്ങളോളം കേസുകൾ നടന്ന് അതിൻ്റെ മുൻപ് പിടിച്ചു കൊണ്ടുപോകും. ഒരുപക്ഷെ ലോക്കപ്പിലോ അല്ലെങ്കിൽ ജയിലിലൊക്കെ ഇടും. പിന്നീട് അവനെ കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി ചില കേസുകൾ വർഷങ്ങളോളം ആ കേസുകൾ നടക്കും, സാക്ഷി വിചാരം നടക്കും. അങ്ങനെ കോടതി മുൻപിൽ തെറ്റ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ വിധി പറയും എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ വിധിയൊക്കെ പറഞ്ഞിട്ടാണ് ശിക്ഷ നടക്കുക. കൊലക്കുറ്റമാണെങ്കിലും ഏത് കുറ്റമാണെങ്കിലും ആ കുറ്റം ചെയ്ത പാടിൽ അതിന് ശിക്ഷിക്കുകയില്ല. ആ കുറ്റം തെളിയിക്കപ്പെട്ട് പിന്നീട് സിംഗിൾ ബെഞ്ച് പോരാത്തത് പിന്നെ മറ്റേ ബെഞ്ച് പല ബെഞ്ചുകളും ഒക്കെ കൂടി തീരുമാനിച്ച് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ചെയ്ത കുറ്റത്തിന് ദുനിയാവിൽ തന്നെ ശിക്ഷ വിധിക്കുന്നത്. ആ ശിക്ഷ വിധിച്ച ശേഷമാണ് അവനെ ഇത്ര വർഷത്തേക്ക് ജയിലിൽ അല്ലെങ്കിൽ തൂക്കിലേറ്റാൻ അല്ലെങ്കിൽ വേറെ ശിക്ഷകളൊക്കെ വിധിക്കുന്നത്. അതുവരേക്കും അവൻ ചെയ്ത ആ തെറ്റിന്റെ ശിക്ഷ അവന് വിധിച്ചിട്ടില്ല. ആ ശിക്ഷ അവൻ അനുഭവിക്കുന്നില്ല. അതിന്റെ മുമ്പൊക്കെ കിട്ടിയ ശിക്ഷ അത് പുറമേ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എന്ന് പറയുന്നു. എത്ര കാലമായി അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു തആല സലാമത്ത് കൊടുക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, വിചാരണ നടന്നിട്ടില്ല, ജഡ്ജി ശിക്ഷ വിധിച്ചിട്ടില്ല. ഇനി അത് വിധിച്ചാലൊക്കെ വേറെ ഉണ്ടാകും. തൂക്കിലേറ്റാൻ വിധിച്ചാലോ അല്ലെങ്കിൽ ജീവപര്യന്തം വിധിച്ചാലോ ഇരട്ട ജീവപര്യന്തം വിധിച്ചാലോ അതൊക്കെ വേറെ അനുഭവിക്കണം. അതിന്റെ മുൻപ് ഇപ്പോൾ വിചാരണ തടവുകാരനായി മനുഷ്യൻ ആ നിരപരാധിയായ പണ്ഡിതൻ നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ഇപ്പൊ ജയിലിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടുതടങ്കലിലോ ഏതോ അർത്ഥത്തിൽ ഇപ്പോഴും അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാളെ ശിക്ഷ വിധിച്ചിട്ടില്ല. ഇതേ രൂപത്തിൽ തന്നെ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത നന്മ തിന്മ അതിന്റെ ശിക്ഷകളും അതിന്റെ രക്ഷകളും മനുഷ്യൻ മരിച്ച് ഖബറിലെത്തിയാൽ കിട്ടിത്തുടങ്ങൂല. ഉറപ്പ്, ഖബറിലെത്തിയാൽ കിട്ടിത്തുടങ്ങൂല. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ അഖീദയാണ്, സുന്നത്തി ജമാഅത്തിന്റെ അഖീദയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൃത്യമായ ഇസ്ലാമിന്റെ വിശ്വാസമാണത്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലൊക്കെ കാണാം സകാത്ത് കൊടുക്കാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് മഹ്ശറിൽ. ആ മഹ്ശറിൽ വിചാരണയ്ക്ക് ശേഷം പിന്നെ വിധി കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ അവൻ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അതിന്റെ മുമ്പ് അവൻ മൃഗങ്ങൾക്ക് സകാത്ത് കൊടുക്കാത്ത ഒട്ടകങ്ങൾക്ക് സകാത്ത് കൊടുക്കാത്തവനാണെങ്കിൽ ആ സകാത്ത് കൊടുക്കാത്ത ഒട്ടകങ്ങൾ മുഴുവനും മഹ്ശറിൽ അവനെ കടിച്ചുകൊണ്ടിരിക്കും, കാലുകളെ കൊണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. കാളകളാണെങ്കിൽ അവനെ കൊമ്പുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും, കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. ആടുകളാണെങ്കിൽ അവനെ കുത്തിക്കൊണ്ടിരിക്കും, അവനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും. സ്വർണവും വെള്ളിയുമാണെങ്കിൽ ആ സ്വർണവും വെള്ളിയും അത് തീയിലിട്ട് അടിച്ച് പരത്തി ചൂടാക്കി അവന്റെ ശരീരത്തിന്റെ മുൻപ് ഭാഗങ്ങളിലും അവന്റെ നെറ്റിയിലും അവന്റെ പിന്നാമ്പുറത്തും ശക്തമായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കും. അതെന്നെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരേ ദിവസത്തിൽ അവൻ അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷമാണ് വിചാരണ നടക്കുന്നത്, അതിനുശേഷമാണ് അവനെ ഹിസാബ് നടക്കുന്നത്, അതിനുശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. അപ്പൊ ശിക്ഷ വിധിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആ ശിക്ഷ അനുഭവിക്കുന്നത് തൗബ സ്വീകരിച്ച മനുഷ്യന്റേതായിരിക്കും. മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന തെറ്റുകൾ, ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ഇന്ന് കാലത്ത് സുബ്ഹിക്ക് എഴുന്നേറ്റ് മുതൽക്ക് ഈ സമയമാകുന്നത് വരെ എന്തെല്ലാം ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഹറാമുകൾ കേട്ടിട്ടുണ്ട്, എന്തൊക്കെ ഹറാമുകൾ സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഹറാമിലേക്ക് കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ട്, എന്തെല്ലാം ഹറാമുകൾ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ട്, ആരെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച്
കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്, അടുത്ത ഇലക്ഷനിൽ ജയിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്. വലിയ കച്ചവടക്കാരനാണെങ്കിൽ സാധ്യതയുള്ള ബിസിനസ്, ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ ചാൻസ് ഉള്ള കച്ചവടത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. വലിയ ഗൾഫിലും മറ്റും ബിസിനസ് ഉള്ളവനാണെങ്കിൽ അവിടുത്തെ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയെല്ലാം പലരുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ. അല്പമൊക്കെ മറ്റ് രാഷ്ട്രങ്ങളെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ ബോധമുള്ളവനാണെങ്കിൽ ഗസയെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവാം, അമേരിക്കയെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെ ഹമാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെ പലരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ ഈ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ എന്തെല്ലാം അമലുകൾ, എത്ര നിസ്കാരങ്ങൾ, എത്ര വുദൂകൾ, എത്ര ദാനധർമ്മങ്ങൾ, എത്ര നോമ്പുകൾ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതനുസരിച്ച് റജബ് മാസത്തിൽ എത്ര ആളുകൾക്കാണ് പൊറുക്കപ്പെടുന്നത്, ബറാഅത്തിന്റെ രാവിലെ എത്ര ആളുകൾക്കാ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്കറിയുമോ നിന്റെ വിശ്വാസം, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിശ്വാസം, ഈ ഖുർആൻ എനിക്കും നിനക്കും പഠിപ്പിച്ച വിശ്വാസം, ഷാഫി ഇമാം പഠിപ്പിച്ചൊരു വിശ്വാസം, അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിച്ചൊരു വിശ്വാസം, ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, അബൂ ഇസ്ഹാഖ് അൽ-ഖുറായിനി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, അബൂ മൻസൂർ മാതുരിദി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, മഹാനായ സാദി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, ബഹുമാനപ്പെട്ട അലി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, ഞാനും നിങ്ങളും പഠിച്ചിരിക്കുന്ന ഒരു വിശ്വാസം. അല്ലാഹ് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട്, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട്, ഏതൊരു ദീൻ പഠിക്കാനാണോ നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഏതൊരു ദീൻ പഠിക്കുന്നതിന്റെ പേരിലാണോ നിങ്ങൾ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നത്, ഏതൊരു ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിലാണോ എന്നോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്, എന്നോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത്. അല്ലാഹ് സുബഹിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് എത്ര ഉമ്മമാരാ ചായ കൊടുത്തയക്കുന്നത്, നല്ല വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കൊടുത്തയക്കുന്നത്. അങ്ങനെ കൊടുത്തയക്കുന്ന ഉമ്മമാര് എന്തിന്റെ പേരിലാ കൊടുത്തയക്കുന്നത്? അല്ലാഹ് നടക്കാൻ പറ്റാത്ത 10-60 വയസ്സ് പ്രായമുള്ള ആളുകൾ നടന്നുപോയിക്കൊണ്ട് വീണ്ടും ഭക്ഷണം കൊണ്ടുവരുന്നത് എന്തിന്റെ പേരിലാ? ഈ ദീൻ പഠിക്കുന്നതിന്റെ പേരിലാ, ഈ ദീൻ പഠിപ്പിക്കുന്നതിന്റെ പേരിലാ, ഈ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന്റെ പേരിലാ. അങ്ങനത്തെ വിശ്വാസം എന്താണെന്നറിയോ? ആഖിറസമാന മക്കളെ, നിങ്ങൾക്കറിയുമോ? മൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം ശർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഹറാം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു ശുദ്ധമാക്കിയ ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹറാമിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഹറാമിൽ നീ രസം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഹറാം നിന്റെ വയറ്റിലേക്ക് നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഹറാം നിന്റെ ചുണ്ടിൽ തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാൻസും പാൻപരാഗ പോലെ ലഹരി വസ്തുക്കൾ നീ ഉപയോഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അന്യപ്പെണ്ണിനോട് കിന്നാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യപ്പെണ്ണിനോട് ചാറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അന്യപുരുഷന്മാരുമായിട്ട് കിന്നാരം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതാ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇക്കിളിപ്പെടുത്തുന്ന ഒരു നോട്ടം നീ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇക്കിളിപ്പെടുന്ന ചിത്രം നീ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു ചിരി നീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ടെല്ലാം നിനക്ക് സംഭവിക്കാൻ പോകുന്നത്, നിന്റെ തെറ്റല്ലാഹു പൊറുത്താലും നിനക്ക് മാപ്പ് ചെയ്താലും എവിടെയെങ്കിലും വെച്ച് റബ്ബ് നിന്നോട് അത് തീർക്കാതിരിക്കൂല.